നാം പറയുന്ന പല വാഗ്ദത്തങ്ങളും നിറവേറ്റുവാൻ കഴിഞ്ഞുകൊള്ളണമെന്ന് വരികയില്ല. അതിന് കാരണം നാം മനുഷ്യരായതുകൊണ്ടാണ്, നമുക്ക് പരിമിതികൾ ഉള്ളത് കൊണ്ടാണ്. എന്നാൽ അകല ചരാചരങ്ങളെ ഒറ്റ വാക്കിൽ ഉളവാക്കിയ ദൈവം നമ്മോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ നിറവേറ്റുവാൻ ഒരിക്കലും ഒരു ശക്തിക്കും തടസ്സം നിൽക്കുവാൻ കഴിയുകയില്ല. അതിന്റെ അർത്ഥം തീർച്ചയായും ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങളുടെ നിവൃത്തീകരണം നാം കാണുമെന്ന്. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ നാളുകളിൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിച്ചത്, ദൈവം നമ്മെ ഓർമ്മിപ്പിച്ചത്, ദൈവവചനത്തിലൂടെ ദൈവം നമ്മോട് പറഞ്ഞത് വിശ്വസിക്കുന്നെങ്കിൽ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണുവാൻ പോകുകയാണ്. സാഹചര്യങ്ങളെല്ലാം ഒരുപക്ഷെ പ്രതികൂലമായേക്കാം. എന്നാൽ പ്രതികൂലമായ സാഹചര്യങ്ങളുടെ നടുവിലും ഈ ദൈവം പ്രവർത്തിക്കുവാൻ ശക്തനാണ് എന്ന് ഒന്ന് വിശ്വസിക്കണം. ബാബേലിലെ പ്രവാസം 70 വർഷം കൊണ്ട് തീരുമെന്ന് യിരെമ്യാ പ്രവാചകൻ പ്രവചിക്കുന്നത് 2 സ്ഥലങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 25-ാം അധ്യായം 11-12 വാക്യങ്ങളിലും 29-ാം അധ്യായം 10-ാം വാക്യത്തിലും നമുക്കത് കാണുവാൻ കഴിയും. യിരെമ്യാവിന്റെ പ്രവചനം ആധികാരികവും ദൈവത്താൽ മാണ് എന്ന് ദാനിയേൽ വിശ്വസിക്കുകയാണ്. സാഹചര്യങ്ങളെല്ലാം അവിടെ അനുകൂലമല്ലാത്ത അവസ്ഥയാണ്. എന്നിരുന്നാലും വിശ്വസിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, ചുവടുകൾ വെക്കുവാൻ ഒരു കൂട്ടം തയ്യാറായപ്പോ ദൈവത്തിന്റെ വാഗ്ദത്ത നിവൃത്തീകരണം അവർ കണ്ടു. പ്രിയ ദൈവത്തിലെ, നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അസാധ്യമെന്ന്, ഇംപോസിബിൾ എന്ന്, ഒരിക്കലും നടക്കുകയില്ല, ഒരു സാധ്യതയുമില്ല എന്ന് പറഞ്ഞ് മാറ്റിവെച്ച വിഷയമാണെങ്കിലും ദൈവത്തിന്റെ ശബ്ദം നിങ്ങളോട് സംസാരിക്കുന്നെങ്കിൽ വിശ്വാസത്തോടെ ചുവടുകൾ മുന്നോട്ട് വെക്ക്. ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ദൈവത്തിന്റെ നമ്മെക്കുറിച്ചുള്ള നിരൂപണങ്ങൾ ഒരിക്കലും തിന്മയ്ക്കല്ല, നന്മയ്ക്കാണ് എന്ന് നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. നാം ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്കൊരു മറുപടി ഉണ്ട് എന്ന് നാം വിശ്വസിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ജീവിതയാത്രയിൽ ശത്രുവായവൻ പല വിധത്തിലുള്ള വിഷയങ്ങൾ കൊണ്ടുവരുവാൻ നോക്കുമ്പോൾ ആടി ഉലയുന്നൊരു മനസ്സിന്റെ ഉടമ ആകരുത് നാം. യേശുവിന്റെ കൂടെയുണ്ട്, ദുഷ്ടപിശാചേ നിന്റെ തന്ത്രം ഒന്നും ഇവിടെ നടക്കുകയില്ല എന്ന് ബോൾഡായി പറയുന്നവരായി നാം മാറേണ്ടത് ആവശ്യമാണ്. ദൈവത്തിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് ദൈവത്തോട് ചേർന്ന് നിൽപ്പാൻ നാം തയ്യാറാകുന്നെങ്കിൽ ശത്രുവിന്റെ ഒരു തന്ത്രവും നമ്മുടെ ജീവിതത്തിൽ നടക്കുകയില്ല. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായം 12-13 വാക്യങ്ങൾ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും. നിങ്ങൾ എന്നോട് അപേക്ഷിച്ച് എന്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും. പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് വീണ്ടും ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കണം. കഴിഞ്ഞ നാളുകളിൽ ഭാരത്തോടെ, പ്രയാസത്തോടെ ആയിരുന്നപ്പോ ദൈവം നമ്മോട് സംസാരിച്ചില്ലേ? ഈ ദൈവത്തിന്റെ കരത്തിൽ ഏൽപ്പിച്ചു കൊടുത്ത വിഷയങ്ങളിൽ നിങ്ങൾ മറുപടി കണ്ടവരല്ലേ? പിന്നെന്തിന് അധൈര്യപ്പെടണം? ജീവിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് പ്രിയദൈവത്തിലെ നിങ്ങൾ മറന്നു പോകരുത്. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവൻ അത് നിവർത്തിക്കും. നിങ്ങളെ പേർ ചൊല്ലി വിളിക്കുന്ന ദൈവം വിശ്വസ്തനാണ്. ഈ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ശക്തനാണ്. ഈ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. പ്രിയ ദൈവത്തിലെ നാം ഒന്ന് ഉറയ്ക്കേണ്ടത് ആവശ്യമാണ്. ദൈവം നിങ്ങളെ വിളിച്ച് വേർതിരിച്ചതാണ് എന്നൊരു ബോധ്യമുണ്ടെങ്കിൽ ശത്രുവിന്റെ ശക്തി കണ്ട് ഭാരപ്പെടുന്നവരായിട്ടല്ല നിങ്ങളായിരിക്കേണ്ടത്. മറിച്ച് ശത്രുവിന്റെ തന്ത്രങ്ങളുടെ നടുവിൽ ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തികൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. നിങ്ങളുടെ ജീവിതയാത്രയിൽ ഈ ദൈവ സാന്നിധ്യം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? ഈ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുവാൻ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാണോ? അങ്ങനെ തയ്യാറാണ് എങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ പോകുകയാണ്. 2 തീമോഥെയോസ് 2-ാം അധ്യായം 13-ാം വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും. നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു, തന്റെ സ്വഭാവം ത്യജിക്കുവാൻ അവന് കഴിയുകയില്ല. ഈ വചനം വിശ്വാസയോഗ്യമാകുന്നു. ഈ ദൈവത്തിന്റെ വാക്ക് മാറ്റുവാൻ പറ്റുകയില്ല. നാം പലപ്പോഴും ദൈവസന്നിധിയിൽ തീരുമാനങ്ങൾ എടുത്ത് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ എല്ലാം ജീവിക്കാറുണ്ട്. എന്നാൽ ഈ ദൈവം ഒരു കാര്യം പറഞ്ഞ അവന് വാക്ക് മാറ്റാൻ പറ്റുകയില്ല. അത് ഈ ദൈവത്തിന്റെ സ്വഭാവമാണ്. അങ്ങനെയെങ്കിൽ ആരും കൂടെയില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയുന്ന, ജീവിക്കുന്ന ദൈവം കൂടെയുണ്ട് എന്ന് പ്രിയ ദൈവത്തിലെ നിങ്ങൾ മറന്നു പോകല്ലേ. അതെ, ഈ ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ കാണുവാൻ പോകുകയാണ്.
റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 31-ാമത്തെ വാക്യത്തിൽ നമുക്കിപ്രകാരം കാണുവാൻ കഴിയും. ഇത് സംബന്ധിച്ച് നാം എന്തു പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ? ദൈവം അനുകൂലമാണെങ്കിൽ ഒരു ശക്തിക്കും പ്രതികൂലമായി നിൽക്കുവാൻ കഴിയുകയില്ല. മാത്രമല്ല, ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി വിശ്വസിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുവാൻ അവന് പദ്ധതിയുണ്ട്. ദൈവവചനത്തിലൂടെ, ദൈവദാസന്മാരിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുമ്പോൾ, അത് നമ്മോടാണ് എന്ന് നാം തിരിച്ചറിയുമ്പോൾ, ആ ദൈവശബ്ദത്തിന് മുമ്പാകെ സറണ്ടർ ആകുവാൻ നാം തയ്യാറാകുമ്പോഴാണ് ദൈവിക പദ്ധതികൾ നമ്മുടെ ജീവിതത്തിൽ തുടങ്ങുന്നത്. പലപ്പോഴും ദൈവം നമ്മോട് സംസാരിച്ചിട്ടും നമ്മുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങളെ നോക്കി ദൈവം സംസാരിച്ചതിനെ മറന്നുകളഞ്ഞ് ഒരു സൈഡിലേക്ക് മാറ്റിവെച്ച് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുന്ന ഒരു സ്വഭാവം നമ്മിലുണ്ടെങ്കിൽ അതിനൊരു മാറ്റം ഇന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. പ്രിയ ദൈവത്തിലെ ദൈവസന്നിധി കടന്നു വരുമ്പോൾ കണ്ണുമടച്ച് അവനെ വിശ്വസിക്കാൻ തയ്യാറാകണം. സാധ്യതകളെ നോക്കിയിട്ടല്ല ദൈവം പ്രവർത്തിക്കുന്നത് എന്നും, എനിക്ക് വേണ്ടി കടലിന്റെ നടുവിലൂടെ വഴിയൊരുക്കുവാൻ ഈ ദൈവം മതിയായവനാണ് എന്ന് വിശ്വസിച്ച് ദൈവം പറയുന്നത് ചെയ്യുവാൻ തയ്യാറാകുമ്പോഴാ ദൈവിക പദ്ധതി നാം കാണുന്നത്. നാം കേൾക്കുന്ന മാനുഷിക ശബ്ദം പലപ്പോഴും ഇനി അത് നടക്കാൻ പോകുന്നില്ല എന്നുള്ളതായിരിക്കും. എന്നാൽ ദൈവശബ്ദത്തിന്റെ മുമ്പാകെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ പ്രിയ ദൈവവൈതലേ നിങ്ങൾ തയ്യാറാണെങ്കിൽ ദൈവം പറഞ്ഞ ദൈവിക പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണുവാൻ പോകുകയാണ്. കാർമേഘവും കാണുകയല്ല, മഴയും കാണുകയല്ല. എന്നാൽ ദൈവം പറഞ്ഞതുപോലെ കുഴികളെ കുഴിക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ അതിനെ നിറയ്ക്കുവാൻ ദൈവം ശക്തനാണ്. ഇതുവരെ ഇങ്ങനൊരു കാര്യം നടന്നിട്ടില്ല എങ്കിലും നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്തു തരുവാൻ ഈ ജീവിക്കുന്ന യേശു മതിയായവനാണ് എന്ന് നിങ്ങൾ കാണുവാൻ പോകുകയാണ്. വിശ്വസിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ മഹത്വം നിങ്ങൾ കാണും, നിങ്ങളത് അനുഭവിക്കും. കയ്യിലുള്ളതിനെ നോക്കി നെടുവീർപ്പിടാതെ ദൈവം നമുക്കായി കരുതിയിരിക്കുന്നതിനെ നോക്കി നമ്മുടെ ജീവിതയാത്ര മുന്നേറുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. അതെ, നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ അസാധ്യമെന്ന് സകലരും പറഞ്ഞ ഇടത്ത് തന്നെ ദൈവത്തിന്റെ മഹത്വം നിങ്ങൾ കാണുവാൻ പോകുകയാണ്. ദൈവമേ, എൻ്റെ അവിശ്വാസത്തെ ക്ഷമിക്കണമേ. അങ്ങെന്നോട് പറഞ്ഞത് എൻ്റെ ജീവിതത്തിൽ നിറവേറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങളൊന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, തിരുമുഖത്തേക്ക് നോക്കി എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ അങ്ങയുടെ തൃക്കരങ്ങൾ തരികയാണ്. ശത്രുവായവൻ വെച്ചിരിക്കുന്ന ബൗണ്ടറികൾ യേശുവിന്റെ നാമത്തിൽ തകർന്നു മാറട്ടെ. ദൈവപ്രവൃത്തി ഈ ദിവസങ്ങളിൽ ജനം കാണട്ടെ. ഇവരെ ഒരു അനുഗ്രഹമാക്കണം. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. സകലമാന മഹത്വം അങ്ങേക്ക്, സകലം യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ. ആമേൻ. ദേശം കാണത്തക്ക വിധത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ പോകുകയാണ്. ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം. അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക, ഫോർവേഡ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. Stay blessed.